വിഷയത്തിൽ പ്രതികരിക്കാൻ ദുരന്ത നിവാരണ വിദഗ്ധൻ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് കൂടെ ചേരുന്നുണ്ട്. സാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ ഒടുവിൽ ഇതാ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുകയാണ്. കോസ്വേയിലാണ് പാലക്കാട് ചിറ്റൂരിൽ സംഭവം നടന്നിരിക്കുന്നത്. കുറേയധികം വാർണിംഗ് വിദ്യാർത്ഥികൾക്ക് നാട്ടുകാർ നൽകിയിരുന്നു, പുഴയിൽ ഇറങ്ങരുത്, അപകടമുണ്ടാകും എന്നുള്ളത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കുട്ടികൾ നീന്താൻ ഇറങ്ങി. ഒരു സംഘം ആളുകൾ വന്നു, 2 പേർ മരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? കാരണം പല സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റില്ലാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം അവരും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അവർ തന്നെ ക്ഷണിച്ചു വരുത്തുകയല്ലേ? അല്ല, ഇതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം എന്തെന്ന് വെച്ചാല്, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത് യാതൊരു പൗരബോധമോ രാജ്യസ്നേഹമോ രാഷ്ട്രസ്നേഹമോ നിയമങ്ങളോ പാലിക്കാതെയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നതിൽ പ്രശ്നം. കുഞ്ഞുങ്ങളല്ല, മുതിർന്നു വരുന്തോറും നിയമങ്ങൾ ലംഘിക്കുന്നതാണ് ശരി എന്നുള്ള പഠിച്ചാണ് നമ്മളെല്ലാവരും എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും വളർന്നു വരുന്തോറും നിയമങ്ങളെ പാലിക്കാതെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ ഹെൽമെറ്റ് വെക്കുന്ന കാര്യം എടുത്തോളൂ, നിങ്ങൾ ഏത് കാര്യം എടുത്തോളൂ. നമ്മുടെ റോഡിൽ പിന്നെ ക്രോസ് ചെയ്യാൻ വൈറ്റ് പാത്ത് ഉണ്ടെങ്കിലും നമ്മൾ അതിൽ ക്രോസ് ചെയ്യത്തില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്, എന്നെ ഉൾപ്പെടെയാ പറയുന്നത്. അപ്പൊ ഇത് നിയമങ്ങൾ ഉണ്ടാക്കിയാലും ആരും അറിയത്തില്ല, നിയമങ്ങൾ ഉണ്ടെന്ന് ആളുകൾക്ക് അറിയത്തില്ല. ഏതൊക്കെ നിയമങ്ങളുണ്ട്, എത്ര കർശനമാണെന്ന് കുട്ടികൾക്കോ മുതിർന്നവർക്കോ അറിയത്തില്ല. കർശനമായി നടപ്പിലാക്കുന്നില്ല, ഒരു അവയർനെസ് ഇല്ല. നമ്മൾ 2018 പ്രളയം വന്നപ്പോ നമ്മൾ എല്ലാവരും പറയുകയും അത് ഗവൺമെന്റ് സജീവമായി പറയുകയും ചെയ്തതാണ്, എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കും, ഇനി വരുന്ന തലമുറ നീന്തൽ പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നീന്തൽ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒരു പഞ്ചായത്തിലും നീന്തൽ കുളമില്ല, ഒന്നുമില്ല. BJ തങ്കപ്പൻ പഞ്ചായത്ത് മന്ത്രിയായിരുന്നു, LDFന്റെ തന്നെ BJ തങ്കപ്പൻ പഞ്ചായത്ത് വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇത്രയും ബഹളവും വികസനവും റീൽസ് ഇടലും ബഹളമൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അന്ന് എല്ലാ പഞ്ചായത്തിലും ഒരു പഞ്ചായത്തിനൊരു സ്റ്റേഡിയം ഉണ്ടാവണം, പഞ്ചായത്തിനൊരു കുളം ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസലുകൾ ഉണ്ടായിരുന്നു. സ്റ്റേഡിയം ഉണ്ടായില്ല, കുളവും ഉണ്ടായില്ല. അപ്പൊ കുറച്ച് പഞ്ചായത്തുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് വലിയ ഭരണകൂടത്തിന് വലിയ പ്രശ്നമാണ്. ഞാൻ ഒരു ഭരണകൂടത്തെ അല്ല പറഞ്ഞു വരുമ്പം പിണറായി വിജയനെന്നോ മോഡി സർക്കാർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ മോഡി സർക്കാർ ആയാലും പിണറായി വിജയൻ ആയാലും നാളെ മറ്റൊരു സർക്കാർ വന്നാലും VD സതീശൻ വന്നാലും ഇനിയല്ല LDF 3ാം വട്ടം വന്നാലും നമ്മുടെ സിസ്റ്റം വളരെ ഫെയിലുറാണ്. അത് മന്ത്രിമാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. സിസ്റ്റത്തിന്റെ ഫെയിലുവർക്ക് എങ്ങനെയാണ്? ഇതുപോലത്തെ കാര്യങ്ങൾ, നമ്മളൊരു അപകടം വരുമ്പോൾ ഇതുപോലെ ബഹളം ഉണ്ടാക്കും, നിങ്ങളെപ്പോലെയും ഉള്ള ചാനലുകൾ പറയും, എന്നെ പോലുള്ള ആളുകൾ വന്ന വർത്താനം പറയും, നമ്മൾ കളയും. പിറ്റേ ദിവസം വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ബോർഡ് വെച്ചിരുന്നാൽ, കുട്ടികൾ ഇറങ്ങരുതെന്ന് ബോർഡ് വെച്ചിരുന്നാൽ പോലീസുകാരനോ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഒരു ഗാർഡോ നിന്ന് പറഞ്ഞാലോ അത് കേൾക്കത്തില്ല. ഇറങ്ങിയാലേ പറ്റൂ അവിടെ എന്നുള്ളതാണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ ആ നിലയിൽ മുതിർന്നവരായാലും കുട്ടികളായാലും നിയമം ലംഘിക്കുക, പിന്നെ നീന്തൽ പോലുള്ള കാര്യങ്ങൾ അറിയാതിരിക്കുക. ഇപ്പോ ഞാൻ ഇന്നിപ്പോ പൊന്മുടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കല്ലാറെന്ന് മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ അടിയൊഴുക്കാണ്, അതുകൊണ്ട് അവിടെ ഇറങ്ങരുതെന്ന് പറയാണ്. പക്ഷെ എന്നാലും അവിടെ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഇറങ്ങി നിന്ന് ഗാർഡിനെ സ്വാധീനിക്കുകയാണ്. കുളിക്കാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ്. കാരണം ആളുകൾ ഇങ്ങനെയാണ്, ആളുകളുടെ ഒരു സ്വഭാവം ഇതാണ്. നമുക്ക് നഷ്ടം വരുമ്പോൾ മാത്രം, ജീവനും സ്വത്തിനും നഷ്ടം വരുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കും. അതുവരെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രയോഗിക്കത്തില്ല, അതുപോലെ നിയമങ്ങൾ നമ്മൾ പാലിക്കത്തില്ല, നിയമം പഠിക്കത്തില്ല. ഇങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾ. ലോകത്ത് ഒരു രാജ്യത്തും ഇങ്ങനെയല്ല. അവരെല്ലാം വളരെ കൃത്യമായി ചെറിയ പ്രായം മുതൽ കുഞ്ഞുങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ച് ഒരു പൗരബോധത്തിലൂടെയാണ് കുട്ടികൾ വളർന്നു വരുന്നത്. ഈ ന്യൂജൻ കുട്ടികളുടെ ആയപ്പോൾ, ഒരു കുട്ടി 2 കുട്ടിയൊക്കെ വീട്ടിലായപ്പോൾ വീട്ടുകാർക്കും സ്വാധീനിക്കാൻ പറ്റുന്നില്ല, നാട്ടുകാർക്കും സ്വാധീനിക്കാൻ പറ്റുന്നില്ല, ടീച്ചർമാർക്കും സ്വാധീനമില്ല. വെറുതെ സിലബസ് പഠിക്കുന്നു, കുട്ടികൾ ഇരിക്കുന്നു, പോകുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നു, എഴുതിയില്ലെങ്കിലും ജയിക്കാൻ പറ്റുന്ന സിലബസ് സംവിധാനമാണ്. പരീക്ഷ എഴുതിയാൽ മതി, എന്തെഴുതിയാലും ജയിക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, സർക്കാരിന്റെ കണക്കുകളാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത പിള്ളേർ ജയിക്കുന്നു എന്നുള്ളത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടാണ് ഈ പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, അങ്ങനെ ഒരു രീതിയാണ്. നമുക്ക് ഒരുപാട് ജീവനുകളാണ് ഓരോ വർഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അത് ഉരുൾപൊട്ടലാകട്ടെ, പ്രളയമാകട്ടെ, നീന്തലുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, ഇതുപോലത്തെ പുഴകളിൽ വീഴുന്ന കുട്ടികൾ 1500ഓളം കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഇത്തരത്തിൽ മുങ്ങിമരണവും അതുപോലുള്ള അപകടത്തിൽ 1500ഓളം കുട്ടികളാണ് മരിക്കുന്നത്. ഇത് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ? ചാനലുകളിൽ ചർച്ച വരുന്നു, സമ്മതിച്ചു, അല്ലെങ്കിൽ പത്രങ്ങളിൽ വാർത്ത വരും. അതിനപ്പുറം, മീഡിയ ഹൈപ്പിനപ്പുറം ഇതൊരു സൊസൈറ്റിയെ ബാധിക്കുന്ന വിഷയമേ ആയിട്ട് കാര്യത്തില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ മിഥുന്റെ സംഭവം ഉണ്ടായപ്പോൾ, ഇലക്ട്രിക്കൽ ഷോക്ക് അടിച്ച് മിഥുൻ മരിച്ചപ്പോ നമ്മളൊരു സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ്, സോഷ്യൽ ആഡിറ്റ് എന്നൊക്കെ പറഞ്ഞ്, നമ്മൾ സേഫ്റ്റി ആഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ എത്ര കെട്ടിടങ്ങളാണ് ഇടിഞ്ഞു വീഴുന്നത്? നമ്മൾ ഈ സിസ്റ്റം വളരെ ഫെയിലുവറാണ്. ആദ്യം ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാഷേ, നമ്മൾ ആദ്യം മലയാളി മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവിനെ അംഗീകരിക്കുക.
ഇത് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ചും പിന്നെ വലതുപക്ഷത്തിന് പ്രശ്നമുണ്ട്. കുറവുകൾ നമ്മൾ അംഗീകരിക്കില്ല. നമ്മൾ ശരിയാണെന്ന് തെറ്റ് ചെയ്യുന്നവൻ വിചാരിച്ചു പോയാൽ പിന്നെ അവനെ അയാളെ തിരുത്താൻ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സമൂഹമായി നമ്മൾ മാറുന്നു. അത് ഞാൻ അടക്കമുള്ള ഒരു സമൂഹത്തെ പറഞ്ഞല്ല, ഞാൻ ഇതിന്ന് മാറി നിന്ന് ഞാൻ കേമനാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം കേമന്മാരും ബാക്കിയുള്ളവരെല്ലാം ദുഷ്ടന്മാരും അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ്, നമ്മുടെ ഒരു സമൂഹം ഇങ്ങനെയാണ്. നമ്മൾ ഒരു കാരണവശാലും പാഠങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയില്ല. ലെസണിൽ നിന്ന് എക്സ്പീരിയൻസ് ലെസണിൽ നിന്ന് പഠിക്കണ്ടേ? നമുക്ക് പ്രളയം വന്ന നാടാണ്, വല്ലതോ പഠിച്ചോ? നമ്മൾ റീബിൽഡ് കേരള എവിടെ പോയി? റൂം ഫോർ റിവർ എങ്ങോട്ട് പോയി? നമ്മൾ ഇത് പഠിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ വികസന പ്രവർത്തനങ്ങളുടെ പന്താവിലേക്ക് ഇറങ്ങി നടക്കും. നമ്മൾ വലിയ വികസനം നടത്തുന്നവരാണെന്ന് പറയും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു കാര്യം ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ജലാശയങ്ങളിലും കുളങ്ങളിലും പുഴകളിലും എല്ലാം ഇത്തരത്തിൽ അപകടങ്ങൾ അല്ലെങ്കിൽ പതിയിരിക്കുന്ന അപകടം അറിയാതെ തന്നെ ഒരു മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. പഞ്ചായത്തിലെ മണ്ണിനെ കുറിച്ച് അറിയാതെ ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് വലിയ പ്രശ്നമാണ്. സാർ, ഒരു കാര്യം കൂടെ ഇടപെട്ട് ചോദിക്കുകയാണ്. കാരണം ഈ ജലാശയങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പുഴകൾ, നദികൾ, അങ്ങനെ കുളങ്ങൾ, അതെല്ലാം പതിയിരിക്കുന്ന അപകടങ്ങൾ അറിയാതെ തന്നെ മരണത്തിലേക്ക് ഒരു വഴിവെക്കുകയാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വികേന്ദ്രീകൃത ദുരന്ത ലഘൂകരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റുക? മാത്രമല്ല, എങ്ങനെ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും? എല്ലാ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 2015 വന്നതിന് ശേഷം, സുനാമി വന്നതിന് ശേഷം അത് വന്നതിന് ശേഷം എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ട്. ഇവിടുത്തെ കേരള സ്റ്റേറ്റിലുമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്ത അതോറിറ്റി. അവർ തന്നെയാണ് ദുരന്തത്തിന്റെ ഒന്നാം പ്രതി. കാരണം അവിടെ വിവരവും വിജ്ഞാനവും വിദ്യാഭ്യാസവും ഉള്ള ഒന്നുമില്ല. 40 വയസ്സായ കുറെ ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ കളിച്ചു എന്ന് ഞാൻ പറഞ്ഞ ലാപ്ടോപ്പിൽ പവർ പോയിന്റ് തയ്യാറാക്കി മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ കൊണ്ട് പ്രസന്റ് ചെയ്ത് അതാണ് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞാൽ അവർ നടക്കുന്നത്. ജില്ലാതലത്തിൽ കളക്ടറാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ചെയർമാൻ. കളക്ടർ എന്ന് പറഞ്ഞാൽ 1500 കമ്മിറ്റിയുടെ ചെയർമാനോ ചെയർപേഴ്സണോ ആണ്. കളക്ടർക്ക് തന്നെ അറിയത്തില്ല എന്താണ് സംവിധാനം. ഞാൻ ദുരന്ത നിവാരണ കമ്മിറ്റിയിൽ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ പറയാണ്. കളക്ടറോട് ചോദിക്കുമ്പോൾ അതേത് കമ്മിറ്റി, ഞാൻ അതിന്റെ ചെയർമാനാണോ എന്നാണ് കളക്ടർമാർ ചോദിക്കുന്നത്. ഇനി തമാശ താഴേക്ക് വന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി കമ്മിറ്റിയുണ്ട്. അത് കൂടാറേ ഇല്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും കൂടാറില്ല. താഴേക്ക് വന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചെയർമാൻമാരായി എല്ലാ പഞ്ചായത്തിലും ദുരന്ത നിവാരണ പരിപാലന കമ്മിറ്റിയുണ്ട്, ദുരന്ത പരിപാലന കമ്മിറ്റിയുണ്ട്. അത് കൂടാറുമില്ല. ഒരു അലങ്കാര കമ്മിറ്റിയാണ്. അത് ഗ്രാമസഭകൾ കൂടുമ്പോൾ മാത്രം, അല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് പഞ്ചായത്ത് രാജിൽ. ഈ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുമ്പോൾ മാത്രം 3 ആളുകൾ 4 ആളുകളോ കൂടിയിരുന്ന് എന്തെങ്കിലും നിർദ്ദേശം വയ്ക്കും എന്നതിനപ്പുറം ഇതൊരു കാര്യവും ലൈവായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് സംവിധാനങ്ങൾ ഇല്ലാത്തതല്ല മലയാളിയുടെ പ്രശ്നം. സംവിധാനങ്ങളുണ്ട്, സാങ്കേതിക വിദ്യകളുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് പ്രയോഗിക്കേണ്ട ആരെങ്കിലും പ്രയോഗിച്ചാലല്ലേ ഇത് കറക്റ്റ് ആവുകയുള്ളൂ. പ്രയോഗിച്ചില്ലെങ്കിലും നിലനിൽക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് രാജ് സംവിധാനം ഇത്രയും വികേന്ദ്രീകൃതമായി നിൽക്കുന്ന നാട്ടിൽ കൃത്യമായി ഇതൊക്കെ ചെയ്യാൻ പഞ്ചായത്തിന് കഴിയണം. പുഴയുടെ ഓരോ പുഴയിലും തീർച്ചയായും ഇതിനൊരു അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്തായാലും കേരളത്തിന് വേണ്ടത് ഒരു സുസ്ഥിരമായ ഒരു ദുരന്ത നിവാരണ മാതൃക തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ സാർ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇതിനൊരു തുടക്കം കുറിക്കേണ്ടേ. കാരണം അവരവരുടെ വാർഡുകളിൽ എന്താണ് കൃത്യമായ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് കൃത്യമായി പരിശോധിച്ച് രേഖകൾ തയ്യാറാക്കി അവർ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുത്ത് അതൊരു ചർച്ച ചെയ്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കി അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റുമോ? കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ വയനാടിൽ ഈ ചൂരൽമലയിലും മുണ്ടകയിലും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വയനാടിലെ ഹും എന്ന് പറയുന്ന ഒരു ഏജൻസി ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് കളക്ടറുടെ അടക്കം വാട്സപ്പ് ഗ്രൂപ്പിൽ പോയതാണ്. നിർത്താതെ മഴ പെയ്യുന്ന ജില്ലയിൽ ഇന്ന പ്രദേശങ്ങൾ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ടെന്ന്. അവിടെ എന്നിട്ട് ആരെങ്കിലും വല്ലതും ചെയ്തോ? ഇത് കേട്ടു പോയി ഫയൽ. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഫയൽ സിസ്റ്റത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഈ ഫയൽ സിസ്റ്റം കളയേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ ഫയലെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലൊന്നും വലിയ വിഷയമല്ല. ഇവിടെ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ ഐഡിയകൾ, പുതിയ പദ്ധതികൾ, ചിന്തകളൊന്നും താഴെത്തലത്തിൽ വരുന്നില്ല. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സമ്പൂർണ്ണ സാക്ഷരത, ജനകീയ ആസൂത്രണം എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിൽ എങ്ങനെ കാശുണ്ടാക്കാം? ഇപ്പൊ പഞ്ചായത്ത് രാജൊക്കെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പായല്ലോ, ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവരെന്താ ചെയ്യുന്നത്? മെമ്പർമാർ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അവർ ചിലപ്പോൾ വനിതാ വാർഡിലുള്ളവർ ജനറൽ വാർഡാവും, ജനറൽ വാർഡ് വനിതാ വാർഡാവും. തനിക്ക് വാർഡും കൂടെ ഇല്ലെന്ന് അറിഞ്ഞാൽ ഒരു കാരണവശാലും അവർ പ്രവർത്തിക്കത്തില്ല. ഇനിയിപ്പോൾ അവരെങ്ങനെയെങ്കിലും മാക്സിമം പൈസ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുക എന്നുള്ളതിലേക്കാണ് പഞ്ചായത്ത് രാജ് നിൽക്കുന്നത്. അപ്പൊ പഞ്ചായത്ത് രാജ് താഴെത്തട്ടിൽ ഇതാരാ പഠിപ്പിക്കുക? പിന്നെ സംവിധാനങ്ങൾ താഴെ കൊടുക്കുന്നില്ല. ഇത് അധികാര വികേന്ദ്രീകരണം നടക്കുന്നില്ല. പിന്നെ സിലബസിൽ ഇതില്ല. ഇങ്ങനെ ഒരു ചാക്രിക വ്യവസ്ഥയാണിത്. അപ്പൊ ഇതെല്ലാം കൂടി ഒരു ദിവസം ശരിയാക്കാൻ പറ്റുകയുമില്ല.
പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ശരിയാവുന്നതിന്റെ ലക്ഷണങ്ങളെങ്കിലും കാണിക്കണ്ടേ നമ്മൾ? രോഗി മരുന്ന് കൊടുത്താൽ അസുഖം കുറയുമെന്നുള്ള ലക്ഷണം കാണിക്കണ്ടേ? ഇത് മരുന്നേ കൊടുക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് രോഗിയുടെ അസുഖം മാറുന്നത്? അപ്പൊ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ സമസ്ത മേഖലകളിൽ ആവശ്യമുണ്ടെന്നല്ല, താഴെ തലങ്ങളിൽ ജനങ്ങൾക്ക് കർശനമായ വിദ്യാഭ്യാസം, അതികർശനമായ നിയമം, അതികർശനമായ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് മാത്രം അവർ ചെയ്യത്തില്ല. കാരണം റോഡിൽ തുപ്പരുത്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാലോ. പക്ഷെ എന്നാലും ജനങ്ങൾ അവരുടെ ഹാബിറ്റ് വെച്ച് ചെയ്തു പോകും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യും. അപ്പൊ ചെയ്യുമ്പോൾ ഇതിന് പരിഹാരം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന് കർശനമായ ചിലപ്പോൾ നിയമം വേണ്ടി വരും. വളരെ ചെറിയ 13 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ലെവലിൽ ഇത് പഠിപ്പിച്ചു തുടങ്ങേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ. അപ്പോ പിന്നെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. വലിയ ബഹുജന വിദ്യാഭ്യാസം ഈ കാര്യത്തിൽ നടക്കണം. അതൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. കാരണം എന്താണ്? നമ്മൾ ശരിയല്ലേ, ശരിയായവർ പിന്നെ എവിടെയാണ് തെറ്റ് വരാൻ പറ്റുക? തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു അഴിച്ചുപണി, അത് തന്നെയാണ് അത്യാവശ്യമായ ഒരു ഘടകം. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങളിലൊക്കെ പതിയിരിക്കുന്നത് എന്താണ് എന്നുള്ളത് അറിയാതെ തന്നെയാണ് കുട്ടികളടക്കം യുവാക്കൾ എല്ലാവരും തന്നെ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇത് പഞ്ചായത്ത് തലത്തിൽ തന്നെ അപകട മേഖലകൾ ഉണ്ടെങ്കിൽ അവ തിരിച്ചറിഞ്ഞ് കൃത്യമായ രേഖകൾ നൽകി, റിപ്പോർട്ടുകൾ നൽകി, കൃത്യമായ പഠനം നടത്തി ഒരു മാതൃകാപരമായ ഒരു മാറ്റം തന്നെ കൊണ്ടുവരുന്നത് എല്ലാവർക്കും നല്ലത് തന്നെയാണ്. എന്തായാലും ഒരു മാറ്റം ഇത്തരത്തിലുള്ള സിസ്റ്റത്തിന് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും പാലക്കാട് ചിറ്റൂരാലാണ് പുഴയിലെ കോസ്വേയിൽ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഓവിനുള്ളിൽ അകപ്പെട്ട 2 വിദ്യാർത്ഥികളും മരിച്ചു. കോയമ്പത്തൂരിൽ കർപ്പകം കോളേജിലെ 10 വിദ്യാർത്ഥികളാണ് പുഴയിൽ ഇറങ്ങിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.